ഹലോ, എന്തെല്ലാം വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് വാഹനത്തിലെ വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ബ്രേക്ക് പാഡ്സിനെ പറ്റിയും അതുപോലെ തന്നെ ബ്രേക്ക് ഷൂ എന്നതിനെ പറ്റിയും ഒക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ആദ്യമേ എന്താണ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തെ നിർത്താനും അതുപോലെ തന്നെ വേഗത കുറക്കാനും പിന്നെ വാഹനം പാർക്ക് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബ്രേക്കിംഗ് സിസ്റ്റം. ഓക്കെ, നിങ്ങൾക്കറിയാം ഇന്ന് ഒരുപാട് തരത്തിലുള്ള ബ്രേക്ക് സിസ്റ്റംസ് അവൈലബിൾ ആണ്. ഏത് തരത്തിലുള്ള പവർ ഉപയോഗിച്ചിട്ടാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അത് ഡിഫറെന്റ് ആയിരിക്കും. ഉദാഹരണത്തിന് മെക്കാനിക്കൽ ബ്രേക്ക് സിസ്റ്റം, ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം, അതുപോലെ തന്നെ ന്യൂമാറ്റിക് ബ്രേക്ക് സിസ്റ്റം അല്ലെങ്കിൽ എയർ ബ്രേക്ക് സിസ്റ്റം, ഇലക്ട്രോമാഗ്നറ്റിക് ബ്രേക്ക് സിസ്റ്റം, ABS, പിന്നെ പാർക്കിംഗ് ബ്രേക്ക് സിസ്റ്റം അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം എന്നൊക്കെ പറയും. ഓക്കെ, ഇതിനെ തന്നെ വീണ്ടും വർക്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്ക് ബ്രേക്കായും ഡ്രം ബ്രേക്കായും നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. പല വാഹനത്തിലും പല രീതിയിലായിട്ടായിരിക്കും ഇതിന്റെ അറേഞ്ച്മെന്റ്. ഫ്രണ്ട് ഡിസ്കും റിയർ ഡിസ്കും വരുന്ന വാഹനങ്ങളുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്കും റിയർ ഡ്രം വരുന്ന വാഹനങ്ങളുണ്ട്, ഫ്രണ്ട് ആൻഡ് റിയർ ഡ്രം വരുന്ന വാഹനങ്ങളുണ്ട്. അതെല്ലാം ഓരോ വാഹനത്തിനനുസരിച്ചിട്ട് വ്യത്യാസമായിരിക്കും. ഡിസ്ക് ബ്രേക്കിലാണ് നമ്മൾ ബ്രേക്ക് പാഡ്സ് യൂസ് ചെയ്യാറ്, അതുപോലെ തന്നെ ഡ്രം ബ്രേക്കിലാണ് നമ്മൾ ബ്രേക്ക് ഷൂസ് യൂസ് ചെയ്യാറ്. പിന്നെ പാർക്കിംഗ് ബ്രേക്കിലും സാധാരണ ബ്രേക്ക് ഷൂസ് ആണ് കാണാറുള്ളത്. പല രൂപത്തിലും വലുപ്പത്തിലും ബ്രേക്ക് പാഡ്സും അതുപോലെ തന്നെ ബ്രേക്ക് ഷൂസും നമുക്ക് കാണാൻ കഴിയും. അത് ഓരോ വാഹനത്തിനനുസരിച്ചിട്ട് അത് വ്യത്യസ്തമായിരിക്കും. ബ്രേക്ക് പാഡിന്റെ ഈ ഭാഗത്തെയാണ് ഫ്രിക്ഷൻ മെറ്റീരിയൽ എന്ന് പറയാറ്, അതുപോലെ തന്നെ ഈ ഭാഗത്തിന് ബാക്കിംഗ് പ്ലേറ്റും എന്നും പറയും. അപ്പോൾ ഇത്രയൊക്കെയാണ് ബ്രേക്ക് പാഡ്സിനൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. വളരെ ചെറിയൊരു ഇൻഫർമേഷനാണ്. ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് കൂടും. അതുകൊണ്ടാണ് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ പറയാം, ജസ്റ്റ് ബ്രേക്ക് പാഡ്സ് ഒക്കെ ഒന്ന് കാണിക്കാം എന്ന് കരുതിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.